കേൾക്കാം. ഗുഡ് ഈവനിങ്. നോർത്ത് അമേരിക്കയിലുള്ളവർക്ക്, ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. കഴിഞ്ഞ ഒരു ആഴ്ചക്കാലം ദൈവം നമ്മൾ അത്ഭുതമായിട്ട് വഴി നടത്തി. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ യാദൃശ്യമല്ല. എല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ സംഭവങ്ങൾ നടക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല. യൂട്യൂബില് വലിയ പ്രവചന പണ്ഡിതന്മാര് പറഞ്ഞ ടൈറ്റിൽ കേട്ടാൽ ലോകത്ത് നിന്ന് ഒത്തിരി പേരുടെ അപ്രത്യക്ഷമായി മൂന്നാമത്തെ ടെമ്പിൾ പണിയുന്നു. ഇതൊന്നും പറഞ്ഞ് ഞാൻ പേടിപ്പിക്കാനല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങള്, ഈ കഴിഞ്ഞ ആഴ്ചകൾ നടന്ന ചില സംഭവങ്ങള് വളരെ പ്രവചനവുമായിട്ട് നമ്മൾ പഠിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ കാര്യമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഇതൊന്നും യാദൃശ്യമല്ല. യുക്രൈനിലെ പ്രസിഡന്റ് സെലൻസ്കി വൈറ്റ് ഹൗസിൽ വന്നു. അവർ തെറ്റിപ്പിരിഞ്ഞു പോയി. എന്തോ ആണ് കാരണം. നമ്മള് അമേരിക്കക്കാര് കഴിഞ്ഞ 4 വർഷങ്ങൾ $350 ബില്യൺ ഫ്രീ ആയിട്ട് കൊടുത്തു. അതേ സമയത്ത് യൂറോപ്പ് $150 ബില്യൺ ലോണായിട്ട് കൊടുത്തു. ഇപ്പൊ 4 വർഷമായിട്ട് യുദ്ധങ്ങള് തീരുന്ന ലക്ഷണമില്ല. 2 വശത്തും യുക്രൈൻ 18-25 വയസ്സുള്ള 5-8 ലക്ഷം പേര് യുക്രൈനിലും 5-8 ലക്ഷം പേർ റഷ്യയിലും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും യുദ്ധം വേണമെന്നാണ് യൂറോപ്പിലുള്ളവരും ഇവിടെ അമേരിക്കയിലുള്ള ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. ട്രംപ് പറയുന്ന യുദ്ധം, ഇതിന് സമാധാനം വേണമെന്നുള്ളതാണ്. അപ്പോൾ വൈറ്റ് ഹൗസിൽ വെച്ച് തെറ്റിപ്പിരിഞ്ഞു പോയി. അതിന്റെ കാരണം എന്താണ്? അത് തിരിഞ്ഞപ്പോൾ ഞാനത് ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുന്നതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ അവസാനത്തിന്റെ അന്ത്യകാലത്തിന്റെ അന്ത്യക്രിസ്തു വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ക്ലോക്കിൽ ഏതാനും മിനിറ്റുകൾ മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക യുക്രൈനുള്ള സഹായങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്റലിജൻസ് ഷെയർ ചെയ്യുന്ന പോലെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ യുക്രൈന് സമാധാനത്തിന് ശ്രമിക്കേണ്ടി വരും. അപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും യൂറോപ്പിലെ ആൾക്കാരെല്ലാം പറഞ്ഞ് നമുക്ക് ഇനി യൂറോപ്പിന് നമ്മളെ തന്നെ പ്രതിരോധിച്ച കാര്യം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവര് യുക്രൈൻ ഉടനെ തന്നെ $150 ബില്യൺ മറ്റോ ഉടനെ വാഗ്ദാനം ചെയ്തു. അവരിനി യൂറോപ്പ് സുരക്ഷ ഏറ്റെടുക്കാൻ പോയാണ് എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അത് പ്രവചനപരമായിട്ട് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്നാൽ അവസാനത്തെ 3-4 ലോകമഹായുദ്ധത്തിന്റെ അവസാനം വരുമ്പോൾ അമേരിക്ക ഒരു ശക്തിയല്ലായിത്തീരും. യൂറോപ്പിൽ നിന്നാണ് അന്ത്യക്രിസ്തു എഴുന്നേൽക്കേണ്ടത്. ഇപ്പോൾ യൂറോപ്പ് ഒരു ശക്തിയല്ല, അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. പിന്നെ ചൈനയും റഷ്യയും ഒക്കെയാണ്. യൂറോപ്പ് അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ അവർ വലിയൊരു ശക്തിയായി തീരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്, റാപ്ചറിന് ശേഷം അത് സംഭവിക്കുന്നതിന് ഉള്ള ഒരു മുന്നോടിയായിട്ടാണ് ഞാൻ ഈ സംഭവങ്ങൾ കാണുന്നത്. അതേസമയത്ത് വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയട്ടെ. ചില 1-2 കാര്യങ്ങൾ എൻ്റെ ഒബ്സർവേഷനിൽ റാപ്ചർ ഏത് നിമിഷവും വരാം, ഈ നിമിഷവും വരാം, അതിനുള്ള റിക്വയർമെന്റ് ഇല്ല. അതേസമയത്ത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ, നിങ്ങൾ 60 വയസ്സിൽ കുറഞ്ഞവരാരെങ്കിലും ഈ ബൈബിൾ സ്റ്റഡികളുണ്ട് എഴുതിയിട്ടു നമ്മുടെ ജീവിതകാലത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ കാലത്തായിരിക്കും വരാൻ കാര്യമുള്ളത്. 2 കാരണങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതിലൊന്നാണ്, യൂറോപ്പ് ഇനിയും പ്രധാനമായിട്ട് അവരുടെ ഡിഫൻസും ഒരു ശക്തിയായിട്ട് വളരണം. അത് വളർന്നിട്ടില്ല, അതിന്റെ പ്രോസസ്സിലാണ് ഇപ്പോൾ നടക്കുന്നത്. 2ാമത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിപ്പോൾ വന്നു കഴിഞ്ഞ് ഇപ്പം നമ്മുടെ പേരിൽ ഇപ്പം തന്നെ കണ്ടാൽ അത്ഭുതം തോന്നും. നമ്മളെ ആരുടെയും പേരെടുത്തിട്ട് വേണേ ഏത് പാട്ട് പാടുകയോ നമ്മൾ പാടുന്നതായിട്ട് വേണേ കേൾപ്പിക്കാം. തോന്നുന്നു നമ്മൾ പാടുന്നതാണ്, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതായിട്ട് കേൾപ്പിക്കാം. ആ രീതിയിൽ വന്നു കഴിഞ്ഞു. ഭാവിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ഒരു സ്റ്റെപ്പ് കൂടെ വരേണ്ട ആവശ്യമുണ്ട്. അത് മുന്നോട്ട് വന്ന് ഇത് രണ്ടും വന്നു കഴിയുമ്പോഴാണ് ആ റാപ്ചറിനുള്ള സമയം. അതുകൊണ്ട് ഏതാനും വർഷങ്ങളുണ്ടെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായുള്ള പഠിത്തത്തിൽ നിന്ന്. ഒരു ഡോക്ടറിനല്ല, അതുകൊണ്ട് തെറ്റിദ്ധരിച്ച് അങ്ങനെ ഇതിട്ടത് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ചരിത്രവും ഞാൻ ഇതിപ്പോഴത്തെ ന്യൂസും ഒബ്സർവ് ചെയ്തെന്നുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലെ 1 മുതലുള്ള 5 വാക്യങ്ങളാണ്. ഇന്ന് അധികം സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഇനിയും തിരിച്ചു പോകുന്നില്ല. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 8-ന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും അതിന് ശേഷം ദൈവം അനുവദിച്ച് സമയമുണ്ടെങ്കിൽ 9-ന്റെ ഏതാനും വാക്യങ്ങളൂടെ പഠിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് 8-ന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ.
ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുള്ളവർ എടുത്തിട്ടോ, ആദ്യം എടുക്കുന്നവർ വായിച്ചോ, അല്ലെങ്കിൽ ഞാൻ വായിക്കും. 7 കാഹളമുള്ള ദൂതന്മാർ 70 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേര്. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. നാലാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. അനന്തരം ഒരു കഴുക്, ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. താങ്ക് യു വെരി മച്ച്. പരിശുദ്ധാത്മാവ് ഇതിനെ നമ്മൾ പഠിക്കാനായിട്ട് വെളിച്ചം നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോട്ടിരുന്നായിട്ട് ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാൻ ഈ ബൈബിൾ സ്റ്റഡി ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വായിച്ചപ്പോൾ ഒന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ഇവിടെ കാണുന്ന ഒരു സർവനാശമാണ് കാണുന്നത്. 6-ാം അധ്യായത്തില് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നമ്മൾ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. സംഭവിച്ചതിനേക്കാൾ എത്രയോ വലുതായിരിക്കും ഈ ഭീകരമായ ഈ നാശങ്ങള്. ചിലപ്പോൾ എന്റെ വ്യക്തിപരമായ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഒരു അനുഭവം ആയിരിക്കാം അവിടെ വീഴുന്നത്. ഇത്രയും വ്യാപകമായ ഒരു നാശനഷ്ടം ഉണ്ടാക്കുവാൻ കാരണമായി തീർന്നത് അതായിരിക്കാനാണ് സാധ്യതയുള്ളത്. കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് 1/3 ന്യായവിധി എന്നും ഇതിന് പറയാറുണ്ട്. ഇത് നമ്മളിപ്പോ വായിക്കുമ്പോഴെല്ലാം 1/3 എന്നാണ് പറയുന്നത്. 1/3 അതിന്റെ ടൈറ്റിൽ 1/3 ന്യായവിധി അല്ലെങ്കിൽ ദി ജഡ്ജ്മെന്റ് ഓഫ് ദി തേർഡ് എന്നാണ് ആ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. 30,000 കപ്പല് കടലിൽ ഉണ്ടെങ്കിൽ അത് 10,000 കപ്പല് നശിച്ചു പോകും. 3,000 കപ്പലാണെങ്കിൽ 1000 കപ്പൽ നശിക്കും. അങ്ങനെ 1/3 എല്ലാം കാണുന്നത്. ആൾക്കാരും അതുപോലെ ആയിരിക്കും കൊല്ലപ്പെടുന്നത്. ഈ സമയത്ത് പലതിന്റെയും 1/3 നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ ഇതിനെ പറയുന്നത് 1/3 പറയുന്നത്. അന്തരീക്ഷം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞ് ശ്വാസകോശങ്ങളെല്ലാം വന്ന ജനങ്ങൾക്ക് കഷ്ടപ്പെടും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ക്ലൈമറ്റ് വരുമ്പോൾ അലർജിയും ഒക്കെ വരുന്നെന്ന് പറഞ്ഞ പോലെ പുകയെല്ലാം വന്ന് എന്തോ ഒരു രോഗങ്ങൾ വിമിഷ്ടമായിരിക്കും, എന്തോ ഒരു കഷ്ടമായിരിക്കും വന്ന് വരുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് ഊഹിച്ചു കൊള്ളുക. രണ്ടാമത്തെ കാഹളം ഊതുന്നത് ഇവിടെ 8-9 വാക്യത്തിലാണ് ഇപ്പം വായിച്ചതെന്ന് നമ്മൾ കണ്ടത്. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. തീ കത്തുന്ന വൻമല പോലെ സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. ബ്ലഡ് കടലിൽ 1/3. അതും ഒരു ബോംബായിരിക്കാം. ഈ 1/3 രക്തമായി തീർന്നത് യോഹന്നാൻ കാണുന്നതാണ് രക്തം പോലെ. രക്തമാണെന്നതുകൊണ്ട് അർത്ഥം ഇല്ല, അവിടെ രക്തം പോലെയാണ് കാണുന്നത്. ഇവിടെ തന്നെ ഈ ഇപ്പോഴും ഗൂഗിളൊക്കെ ഉണ്ട്, റിസർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. അമേരിക്കയിൽ 1984 ശേഷം അമേരിക്കയിലെ 1/3 വെള്ളത്തിലേക്ക് നിറമാറ്റങ്ങൾ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. പച്ച നിറത്തിലുള്ള വെള്ളം ഒഴുകി, ചുമന്ന നിറത്തിലുള്ള വെള്ളം ഒഴുകി. അപ്പൊ ഇതിന്റെ ഒരു മുന്നോടിയാണ് നമ്മൾ കാണുന്നത്, ഇവിടെയും കാണുന്നത്. കടലിലല്ല, ഇതിവിടെ ലേക്കിലുമൊക്കെയാണ് കാണുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു മീറ്റിയോറൈറ്റ് അല്ലെങ്കിൽ ഉൾക്കയായിരിക്കാം അവിടെ വീണത്, അല്ലെങ്കിൽ ഒരു ഹൈഡ്രോജൻ ബോംബായിരിക്കാം. അത് ഏതായാലും നമുക്ക് വിഷയമില്ല, അത് ഡോക്ടറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പല കാര്യങ്ങളും ലോജിക്കൽ അസസ്മെന്റ് ചെയ്ത് ഇവാലുവേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കപ്പൽ 1/3 നശിച്ചു. അപ്പം ഈ കപ്പല് സമുദ്രത്തിൽ നശിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാകും, ന്യൂക്ലിയർ സബ്മറീൻസ് ഉണ്ട്, കപ്പലുകളുണ്ട്. ന്യൂക്ലിയർ മിസൈൽ വെച്ചായിരിക്കാം ഈ കപ്പലുകൾ പലതും നശിക്കുന്നത്.
ഇവിടെ കാണുന്നത് മൂന്നാമത്തെ ദൂതനൂതി, ഈ 8-ന്റെ 10-ാമത്തെ വാക്യം. ഇവിടെ കാണുന്നതും മറ്റൊരു തെർമോ ന്യൂക്ലിയർ ആയുധമാണെന്ന് കരുതാം. ഒരു ന്യൂക്ലിയർ ബോംബിന്റെ സാധ്യതയുണ്ട്. അണുവായുധ ശക്തികൾ തമ്മിൽ നടത്തുന്ന അണുവായുധ യുദ്ധമാണ് ഇവിടെയും കാണുന്നത്. 4-ാമത്തെ ദൂതന് ഊതുന്ന 12-ാം വാക്യത്തെ, 4-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ പ്രകൃതിയിലെ വെളിച്ച സ്രോതസ്സുകളുടെ എല്ലാം 1/3 ഇരുണ്ടു പോകുന്നു. സൂര്യപ്രകാശം 1/3 ശക്തി കുറവായി അനുഭവപ്പെടുകയും രാത്രി കൂടുതൽ ഈട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ചില രാത്രികളിൽ നമുക്കറിയാം കറുത്തഭാവം എന്ന് കേരളത്തിൽ പറയുമല്ലോ. ഇന്ത്യയില് കൂരിരുട്ടാണ് ആ സമയത്ത്. ഇത് നമുക്ക് തന്നെ അറിയാം. അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞ് അതിന്റെ പുകപടലങ്ങളെല്ലാം ആകാശത്ത് ചെല്ലുമ്പോൾ വെട്ടം തന്നെ കിട്ടാതെ ഇരിക്കുന്ന നമുക്ക് ഇപ്പോൾ തന്നെ അത് അറിയാം. അന്നത്തെ അതിന് ഈ ന്യൂക്ലിയർ ബോംബൊക്കെ ഇടുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ന്യൂക്ലിയർ വിന്റർ എന്ന് പറയാം. അത് രാത്രി കൂടുതലായിരിക്കും, വളരെ കുഞ്ഞു ഇരുട്ടുമായിരിക്കും. അപ്പം 8-ന്റെ 13 ഒന്ന് വായിച്ചേ. 8-ന്റെ 13 ഒന്ന് വായിച്ചേ. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. താങ്ക് യു. ഇവിടെ കഴുകെന്ന് പറഞ്ഞ അപ്പൊ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയാമോ എന്തോ അവിടെ എഴുതിയിരിക്കുന്നുള്ളത്? ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും പിന്നെ കിങ് ജെയിംസ് വേർഷൻ ഉണ്ടോ? അവിടെ ഒരു തമാശ എന്ന് പറയട്ടെ, ഇംഗ്ലീഷ് ബൈബിളില് കിങ് ജെയിംസ് വേർഷനില് ഏഞ്ചൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ കഴുകെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉദാഹരണം പറഞ്ഞാല് ഈ കിങ് ജെയിംസ് എഴുതിയപ്പോൾ ചിലർ കിങ് ജെയിംസ് ഉള്ളിക്കാർ പറയുന്നത് കിങ് ജെയിംസ് മാത്രമാണ്, ബാക്കിയെല്ലാം ഷാഷ് ട്രാൻസ്ലേറ്റ് ചെയ്താണ് സ്വർഗത്തിൽ വായിക്കുന്ന കിങ് ജെയിംസ് ആണെന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. അതൊരു കറക്റ്റ് ഗ്രൂപ്പാണ്. ഞാൻ തന്നെ കണ്ടുപിടിച്ച് 10-100 ചില്ലുവാനും കിങ് ജെയിംസിലെ തെറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കിങ് ജെയിംസ് ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ലേഷനിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ മലയാളം ട്രാൻസ്ലേഷൻ കഴിയുന്ന എഴുതിയിരിക്കുന്ന പിന്നെ മെറ്റീരിയൽസ് കൂടുതൽ ഒറിജിനൽ റൈറ്റിങ്സ് ബൈബിളിലേക്ക് കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി അവർ എഴുതിയിരിക്കുന്നത് കഴുകെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കഴുകുന്ന മലയാളത്തിലും കഴുകുന്ന എഴുതിയിരിക്കുന്നത്. ചിലര് നാട്ടിൽ എനിക്കറിയാം, എൻ്റെ ചെറുപ്പകാലത്ത് ഹൈസ്കൂളിൽ നിന്ന് പെട്ടെന്ന് കോളേജിലോട്ട് പോയി ചെന്നിട്ട് പിന്നെ ഇംഗ്ലീഷ് ബൈബിൾ കൊണ്ടായി വരുന്നത്. മലയാളത്തിലെ ബൈബിള് മുഴുവൻ തെറ്റാണ്, മുഴുവൻ കറക്ഷന് ശരിയല്ല എന്ന് പറഞ്ഞ് പൊങ്ങച്ചൻ പറയുന്നതാ. ഞാൻ ഇത്രയും നാൾ റിസർച്ച് ചെയ്യുന്നത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ഏറ്റവും നല്ലതിൽ ട്രാൻസ്ലേഷനിൽ ഒന്നാണ്. അത് ജോൺ നെൽസന്റെ RBAയുടെ ട്രാൻസ്ലേഷനുമായിട്ട് വളരെ ഒത്തിരിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ 12:1, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അതിന് എല്ലാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും റീസണബിൾ വർഷിപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. RB ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ ബുദ്ധിയുള്ള ആരാധന. മലയാളത്തിൽ ബുദ്ധിയുള്ള ആരാധന എന്നുള്ളതാണ്. അപ്പം കഴുകനെന്ന് പറയുന്നത് അതുകൊണ്ട് അത് ഒറിജിനൽ മീനിങ് അത് മെസ്സഞ്ചർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതിപ്പോ ഏതായാലും നമുക്കൊന്നും വിഷയമല്ല, കഴുകനല്ല. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെ പറയാൻ കുഴപ്പമില്ല. ഈ വെളിപാട് പുസ്തകം 4:6-7 ഒന്ന് വായിച്ചേ. വെളിപാട് പുസ്തകം 4:6-7. സിംഹാസനത്തിൻ്റെ മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹാസനത്തിന് സദൃശ്യം, 2-ാം ജീവി 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാമത്തെ മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. കഴുകനെന്നല്ല കഴുകിനെന്നാ എഴുതിയിരിക്കുന്നത്. ഓക്കെ, NIV-യില് ഈഗിൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇത് ചിലപ്പം ഇതായിരിക്കാം ഈ ഞാൻ കഴിഞ്ഞ
ക്ലാസ്സുകൾ പഠിപ്പിച്ചായിരുന്നല്ലോ. ദൂതന്മാരുടെ ഈ ചെരൂബിന്റെ ഈ 4-ാം അധ്യായം പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ച ഇവര് പ്രത്യേക ചെരൂബ് എന്ന് പറയുന്ന പ്രത്യേകം ഏഞ്ചൽസിനേക്കാൾ കൂടിയ ഹയറാർക്കി എന്ന് പറയുന്ന അവിടെ കൂടിയ പദവിയുള്ള ആൾക്കാരാണ്. ഇവൻ മൈക്കിൾ പ്രധാന ദൂതനേക്കായാലും കെരൂബിന്റെ മേലാണ് ദൈവം വസിക്കുന്നത്. കെരൂബ് എവിടെ പോകുന്നു അവിടെ ദൈവമുണ്ട്. അപ്പം ഈ കെരൂബിനെ അവിടെ കാളയ്ക്ക് മുഖമുള്ളതും ഇപ്പൊ ഞാൻ പണ്ടൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ മതങ്ങളെല്ലാം തന്നെ ഈ ക്രിസ്തുമതം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ സാത്താൻ തുടങ്ങിയതാണ്. അതൊത്തിരി കോപ്പി അടിച്ചിട്ടുണ്ട്. ഇപ്പം ഖുറാൻ നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാര്യങ്ങൾ എടുത്താണ് അതിൻ്റെ ഒത്തിരി എഴുതിയിട്ട് അതിൻ്റെ വേറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ നോക്കിയാൽ ഈ വേദോസ്തത്തിലുള്ളതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അതുപോലെ സമാനമായിട്ട് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഹിന്ദുമതം പഠിച്ച് അത് ശരിയായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത്. അന്നേരം അത് മനസ്സിലാവും. ഇപ്പം ഇവിടെ നമ്മൾ പിന്നെ കാള പോലെ മുഖമുള്ള സിംഹം പോലെ ഇരിക്കുന്നത് ദൈവം നടക്കുന്ന കിരൂബ് എന്ന് പറയുന്നത് പോലെ തന്നെ ഹിന്ദു മതത്തിലുമുണ്ട്. ശിവൻ പോകുന്നത് നന്ദി എന്ന് പറയുന്ന പിന്നെ ബുള്ള് കാളപ്പുറത്താണ് പോകുന്നത്. ദുർഗ കാളി അല്ലെങ്കിൽ സിംഹത്തിന്റെ പുറത്താണ് പോകുന്നത്. വിഷ്ണു പിന്നെ അനന്തൻ എന്ന സർപ്പത്തിന്റെ മണ്ടയിലാണ്. പിന്നെ സഞ്ചരിക്കുന്ന ഗരുഡൻ അല്ലെ ഈഗിളിന്റെ മണ്ടയിലാണ് ഇരുന്നാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ കാർത്തികേയന് പീക്കോക്ക് അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയും മയിലയിലാണ്. എങ്ങനെ ഹിന്ദുമതത്തിലും അങ്ങനെ ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് കോപ്പി ഇതടിച്ച് അവിടെ അങ്ങനെ കഥ എഴുതിയതാണെന്നുള്ളതാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കെരൂബായിരിക്കാം എനിവേ ഒരു ദൂതനാണ് അവിടെ അത് മുന്നറിയിപ്പ് നടന്ന് കൊണ്ട് അവിടെ പോകുന്നത്. ഈ സംഭവങ്ങൾക്ക് ശേഷം അതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തുടരെയുള്ള കാഹള ന്യായവിധികൾ തൽക്കാലത്തേക്ക് നിൽക്കുന്നു. അപ്പോൾ കാഹളത്തിന്റെ ന്യായവിധി അവിടെ തൽക്കാലത്ത് നിൽക്കുകയാണ്. അതാണ് ഇവിടെ ഈ കഴുക് കാണിക്കുന്നത് ഒരു മുന്നറിയിപ്പാണ്. പിന്നീട് കേൾക്കുന്നത് ഒരു വാണിംഗ് അവിടെ കൊടുക്കുകയാണ്. ആകാശമത്തെ പറക്കുന്ന ദൈവത്തിന്റെ സന്ദേശവാഹകൻ സകല ഭൂവാസികളോടും ഇനിയും കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാർ കാഹളം ഊതുമ്പോൾ ഇതുവരെ സംഭവിച്ചതിനേക്കാൾ ഭീകരമായ നാശമുണ്ടായി എന്ന് വിളിച്ചു പറയുന്നു. ഇപ്പൊ ഈ അടുത്ത 3 കാഹളം വരുമ്പോൾ ഇതുവരെ സംഭവിച്ചതിനേക്കാൾ ഏറ്റവും വലിയ കാഹളം നാശമായിരിക്കും സംഭവിക്കുന്ന ഒരു വാണിംഗ് കൊടുക്കുകയാണ് ഈ കഴുക്, ഈ ദൂതൻ മെസ്സഞ്ചർ അവിടെ ചെന്നിട്ട്. അതുകൊണ്ട് എന്തുവാ, ദൈവം എപ്പോഴും ആദ്യം മുതലേ നമുക്ക് കാണാൻ സൃഷ്ടിയിൽ ദൈവം എപ്പോഴും കനിവുള്ളവനാണ്. എപ്പോഴും ദൈവം നമുക്ക് ചാൻസ് തരും പാപത്തിൽ നിന്ന് പിന്തിരിയാനും ദൈവത്തോട് അടുക്കാനും. അവിടെ എന്തിനായി കഴുകൻ പറയുന്നത്? എങ്ങനെയും ദൈവത്തോട് അടുക്കുവാനും വേണ്ടിയിട്ട്, പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നത്തെ പോലെ തന്നെ ഇന്നത്തേക്കാരും വഷളായിട്ട് മനുഷ്യന്റെ ഹൃദയം കഠിനമായി തീരും. അവരൊന്നും ഇത് ചെവിക്കൊള്ളാൻ പോകുന്നില്ല. ഇത് കേട്ടാൽ തന്നെയും ഭൂരിപക്ഷം മനുഷ്യരാരും ആ സന്ദേശത്തെ അവരെ അവഗണിച്ച് പുച്ഛിച്ച് തള്ളിക്കളയുള്ളൂ. ഈ ന്യായവിധികളെ കഷ്ടം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് കഷ്ടം എന്ന് പറയുന്നത്? ഈ കാരണം അവർ അഴിച്ചുവിടുന്ന ഭീകര വിപത്തുകൾ അത്രയും കഠിനമായിരിക്കും. അതുകൊണ്ടാണിത് ഈ അടുത്ത 3 ഇത് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. അടുത്ത അധ്യായത്തില് നമ്മൾ അത് വായിക്കുമ്പോൾ മനസ്സിലാകും. 9 ഈ വെളിപ്പാട് 9:1 മുതൽ 11 വരെ ഒന്ന് വായിക്കാമോ? വായിക്കാം. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുഞ്ചുള്ളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിനെ ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതിനൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ശമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ, മുഖം മനുഷ്യ മുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു.
ഇരുമ്പു കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലും ആയിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലുവൻ എന്നും പേർ. താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ 9-ാം അധ്യായം വായിപ്പിച്ചു എങ്കിലും ഒത്തിരി ഇൻഫർമേഷന് അടിച്ചു കയറ്റാതെ ഇത് ഞാനൊരു 2-3 വാക്യങ്ങൾ മാത്രമേ ഇന്ന് ബാക്കി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സമയം കിട്ടിയാൽ പിന്നെ ചോദ്യത്തിന് അവസരം ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൂടുതൽ ക്രാം ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പം ഭൂമിക്ക് മേലുള്ള കഷ്ടങ്ങൾ ഇവിടെ ട്രംപറ്റ് ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ കാഹള ന്യായവിധികളെന്ന് 2ആയി തരംതിരിച്ചിരിക്കുന്നു. നേരത്തെ അത് പ്രസ്താവിച്ചതാണ്. ആദ്യത്തേത് 4-ഉം ഒടുവിലത്തെ 3-ഉം. ഒടുവിലത്തെ 3 ഏറ്റവും കഠിനമായിട്ടുള്ളത്. ഇപ്പം പ്രസ്താവിച്ചു കഴിഞ്ഞുള്ളൂ. ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് 8-ാം അധ്യായത്തിലാണ്. ഇപ്പൊ 8-ാം അധ്യായത്തിൽ നമ്മളത് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. 9-11 അധ്യായങ്ങൾ കാണുന്ന അവസാനത്തെ 3 കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്ന വിപത്തുകൾ ഏറ്റവും ഭീകരവും ഭയാനകരവുമാകയാൽ അവയെ ആദ്യത്തെ 4 നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആദ്യത്തെ 7-ല് ആദ്യത്തെ 4 പ്രത്യേകം, ഇത് അവസാനത്തെ 3-ഉം ഏറ്റവും കഠിനമായതുകൊണ്ട് പ്രത്യേകമായിട്ടാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 കാഹളങ്ങൾ ഭൂമിയുടെ പരിസ്ഥിതിയെയും സന്തുലിതാവസ്ഥയെയും നശിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഈ എൻവയറമെന്റൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്തതാണല്ലോ. എന്നാൽ ഒടുവിലത്തെ 3 ന്യായവിധികളത്തിനേക്കാൾ എത്രയോ മടങ്ങ് ദോഷകരമാകുന്നു. അവസാനത്തെ ഭയങ്കരമായിരിക്കും. രക്ഷിക്കപ്പെടുവാൻ ദൈവം വേറൊരു അവസരം കൂടി അവർക്ക് നൽകുകയാണ്. ഇതിനൊരു സമയം കൊടുത്തിരിക്കുക. 4-ന്റെയും അവസാനത്തെ പിന്നെ 3-ന്റെ ഇടയ്ക്ക് ഒരു സമയം കൊടുത്തിട്ട് ഈ ദൂതനെ മെസ്സഞ്ചറെ അയച്ച് കഷ്ടം വാണിംഗ് കൊടുക്കുകയാണ്. ഒരു അവസരം അവിടെയും കൊടുക്കാൻ മുമ്പേ പറഞ്ഞതുപോലെ 5-ാമത്തെ ദൂതന് അവിടെ ഊതുന്നത്, 5-ാമത്തെ ദൂതന് കാഹള ഊതുമ്പോൾ വരുന്ന കഷ്ടം നിമിത്തം ഭൂമിയും നരകവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതായിത്തീരുന്നു. അപ്പം ഇവിടെ തന്നെ പറയാറുണ്ട്, ഞാൻ പ്രസ്താവിച്ചതുപോലെ ഇവിടെ തന്നെ സ്വർഗവുമുണ്ട് നരകവുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നരകത്തിലെ അവസ്ഥ പോലെ തന്നെ ഭൂമിയിലുമായിത്തീരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരും. ഈ ഗ്രാമപ്രദേശത്ത് ഈ കിണറുകളും വല്ലതും ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൻപുറത്ത് കേരളത്തിലെ അങ്ങനെ ഗ്രാമത്തിൽ കിണറുകളും ഒക്കെ ഉള്ളവരാണെങ്കിൽ മാത്രമെങ്കിലും വെള്ളമേലും കിട്ടും. ഇവിടെ ആണെങ്കിൽ ബാത്റൂം കിട്ടുകയില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുകയില്ല, യാതൊരു സൗകര്യമില്ല. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല. ഈ ശിലായുഗത്തിലെ പോലെ ഭൂമിയായിത്തീരും. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിണി കൊണ്ട് കൊല്ലുകയും സർവനാശം, നരകമെന്ന് പറയുന്ന യഥാർത്ഥ നരകം അവിടുത്തെ പോലെ തന്നെ ഇവിടെയും ആയിത്തീരുകയാണ് ചെയ്യുന്നത്. സർവനാശമാണ് സംഭവിക്കുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞ 2-3 നേരം ഒന്ന് ആഹാരം കഴിക്കായിരുന്നു നോക്ക്. ഇപ്പൊ നമ്മളിപ്പം കഴിക്കുക അന്നേരം അറിയാം നമ്മുടെ പ്രയാസം അറിയാം ശരീരത്തിന്റെ. അപ്പം നമ്മളിപ്പം കഴിക്കുന്നത് കൊണ്ടും അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് നമുക്കത് ഇന്റലക്ച്വൽ ഒരു അറിവ് മാത്രമേ ഉള്ളൂ, നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഇവിടെ യോഹന്നാൻ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീഴുന്നതായി കണ്ടു. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാത്താൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു എന്ന് പറയുന്നു. അപ്പൊ ക്രിസ്തു തന്നെ ആയിരിക്കും ആ താക്കോൽ കൊടുത്തത്. അല്ലാതെ എങ്ങനെ താക്കോൽ കിട്ടിയത്? കാരണം വെളിപ്പാട് 1:19 വായിച്ചേ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. ഞാൻ അവിടെ പിന്നെ 18 ജീവന്റെയും മരണത്തിന്റെയും അത് 18 ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. താങ്ക് യു. സോറി അബൌട്ട് ദാറ്റ്. ഞാനൊരു വാക്യം തെറ്റിച്ചാ പറഞ്ഞത് അവിടെ. അപ്പം മരണത്തിന്റെയും പാതാളത്തിന്റെയും ഇപ്പൊ യേശുക്രിസ്തുവാണ് സർവ്വത്തിന്റെയും. ഈ സാത്താന്റെ മേലും യേശുക്രിസ്തു അനുവദിക്കാതെ ഒരു വിരൽ പോലും സാത്താൻ അനക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ അഗാധകൂപം തുറന്നപ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത ഭീകരമായ ഉപദ്രവത്തോടുകൂടിയ ന്യായവിധി അവിടെ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അവിടെ കാണുന്നത് 9:3 എന്തോ അവിടെ ഒന്ന് വായിച്ചേ. 3 വായിച്ചേ. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് അത്ര മതിയോ? അല്ല, അത് 3 മുഴുവൻ
വെട്ടുക്കിളി പോലുള്ള മേലിലുള്ള ശക്തി ലഭിച്ചു. അപ്പൊ അവിടെ കാണുന്ന വെട്ടുക്കിളികൾ നരകത്തിലെ ഏറ്റവും ദുഷ്ടതയേറിയ ദുർഭൂതങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പം ഈ അഗാധകൂപത്തിൽ കിടക്കുന്ന ഈ നേരത്തെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ സാത്താനും അവരുടെ ഈ കൂട്ടത്തിലുള്ള കുട്ടിച്ചാത്തന്മാരെല്ലാം അവര് ഫ്രീ ആണല്ലോ, അറിയാമല്ലോ അല്ലേ? അവര് ഫ്രീ ആണ്. അപ്പൊ നമ്മളെല്ലാം വഴിതെറ്റിക്കുന്നവനാണല്ലോ ഇവിടെ വന്നാണ്. ഈ കൂട്ടരെ ഇവിടെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ് അഗാധകൂപത്തില്, ടാറ്റാറസ് എന്ന് പറയും. ഇവരാരാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആദാമിന്റെ മുമ്പിലുണ്ടായി. എന്തോ? ആദാമി വംശം തുടങ്ങുന്നതിന് മുമ്പിലുണ്ട്. എന്നാ ഞാൻ ഒരു 2 പത്രോസ് 2:4-5 കൂടെ ഒന്ന് വായിച്ചേ. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്തതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും അത് മതി. അപ്പൊ അവിടെ പത്രോസിൽ അവിടെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ഒരു കൂട്ടരെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെ പറയാം. യൂദായുടെ 6 യൂദാലേഖനം 6 കൂടെ ഒന്ന് വായിച്ച് വാക്യം കൂടെ, സമയം പോകുന്നോണ്ട് പെട്ടെന്ന്. യൂദാ 6. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ 2 ദിവസത്തെ ദൂതന്മാരുടെ ഞാനിവിടെ ഈ വെളിപ്പാട് പുസ്തകത്തിനുള്ള ക്ലാസ്സിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അടച്ചിടാൻ കാര്യം എന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്നു മുതലുള്ള ദൂതന്മാരാന്നുള്ളത്? സ്വർഗത്തിൽ യുദ്ധം. അവിടെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. നോഹയുടെ കാലത്ത് സർവ്വ നശിപ്പിച്ചപ്പോൾ അവിടെ സാത്താന്റെ സന്തതികൾ ആയിട്ടും മനുഷ്യരുമായിട്ട് ഇടപഴകിയ അവരെയാണ് പിന്നെ ടാറ്റാറസിൽ അടച്ചിരിക്കുന്നത്. ഇത് രണ്ടും. അതുകൊണ്ടാണ് നോഹയുടെ ജലപ്രളയ കാലത്ത് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചത്. ദൈവപുത്രന്മാര്, ദൂതന്മാര് അവര് മനുഷ്യരുടെ രൂപമെടുത്തിട്ട് വന്ന് മനുഷ്യരുമായിട്ട് നോഹയുടെ കുടുംബത്തെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനെയും കണ്ടാമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അവര് സാത്താന് ഒരു പാപം ചെയ്ത് ഒരു തെറ്റ് ചെയ്തു. ആ സാത്താന്റെ കൂട്ടത്തിലുള്ള രണ്ടാമത് വേറൊരു തെറ്റൂടെ ചെയ്തു. സെക്കൻഡ് ക്രോസ്ഡ് they fell 2 times. ആ രണ്ടാമത് ചെയ്തുകൊണ്ട് ആ ബൗണ്ടറി ക്രോസ് ചെയ്തുകൊണ്ടാണ് അവരെ ടാറ്റാറസിൽ അടച്ചിട്ടിരിക്കുന്നത്. അവരെയാണ് ഇവിടെ തുറന്നു വിട്ടിരിക്കുന്നത്. അവര് വന്ന് ഇവിടെ കാണുന്ന വെട്ടുക്കിളിയുടെ രാജാവ് എന്ന് പറയുന്നത് വലിയ ശക്തിയുള്ള രാജാവ് ആവണം. സാത്താനെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ സാത്താനല്ല, സാത്താനെ പോലെ ഏകദേശം അത്രയും ശക്തിയുള്ള ഒരു ആളാണ് അവരുടെ രാജാവ്. അതിന്റെ പേരാണ് അവിടെ വായിച്ചത്. അബദോന് അപ്പല്യോൻ എന്ന് അവന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാണുന്നത് അവര് വരുമ്പോൾ ദൈവത്തിന്റെ മുദ്രയിട്ടിരിക്കുന്ന ആൾക്കാരെ കൊല്ലുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മുദ്രയിട്ടിരിക്കുന്ന ആരാ? അത് നേരത്തെ നമ്മൾ വായിച്ചതാണ്. 144,000 പേര്. 144,000 പേര്. അപ്പൊ ഇവര് ബാക്കിയുള്ള 144,000 പേരെ മുദ്രയിട്ട് അതേ സമയത്ത് അന്ന് രക്ഷിക്കപ്പെടുന്ന യൂതന്മാരും ജാതികളും അവരെയും മുദ്രയിടും. അതേ മുദ്ര തരും. വെളിപ്പാട് 7:2 വായിച്ചാട്ട് അവിടെ. വെളിപ്പാട് 2 അതാ 144,000 അവിടെ കണ്ടത്. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കിൽ നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. താങ്ക് യു. അവിടെ മുദ്ര കാണുന്നു, ഇവിടെ മുദ്ര കാണുന്നു. അപ്പൊ 144,000 പേർക്ക് മുദ്രയിടും. അന്നത്തെ വിശ്വാസികളും ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ജാതികളും യൂതന്മാർക്കും അവർക്ക് മുദ്രയിടും. അന്തിക്രിസ്തുവിനോ ആർക്കും അവരെ ഈ കൊല്ലുവാൻ സാധ്യമല്ല. അതാണ് സീല്. നമ്മുടെ സീല് നമ്മൾ ഡിസ്കസ് ചെയ്ത നമുക്കൊരു സീലുള്ള ആരാ? നമ്മുടെ സീൽ എന്തുവാ? പരിശുദ്ധാത്മാവിനാല് മുദ്രയിടപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവ് മുദ്രയിട്ടുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമോ? ഇല്ല. അപ്പൊ നഷ്ടപ്പെടുക ദൈവത്തിന്റെ മുദ്രയ്ക്ക് വിലയില്ലെന്നുള്ളതാണ് അർത്ഥം. നമ്മൾ അങ്ങോട്ട് ഒരു ആൾക്കാർ പറയുമല്ലോ, കള്ളം പറയാൻ തെറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. ആരും പെർഫെക്റ്റ് അല്ലല്ലോ. ഒരു തെറ്റ് ചെയ്തോടെ വേണ്ട, പോയി കിടക്കുന്ന മുദ്രയെല്ലാം എടുത്ത് കളഞ്ഞു.
പോയി എന്ന് വരുന്നില്ല. അപ്പൊ അത് തന്നെ അവിടെ ആ അന്തിക്രിസ്തുവിന്റെ കാലത്ത് മറ്റുള്ളവർക്ക് ഒരു മുദ്രയുണ്ട്. ആ മുദ്ര ഇല്ലാത്തവർക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുകയില്ല. അത് 13:16 വായിച്ചേ. റെവലേഷൻ 13:16. ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അതാണ് ആ മുദ്ര എന്ന് പറയാൻ 666 അല്ലേ? 666 മൃഗത്തിന്റെ സംഖ്യ. അപ്പൊ ഇവർ വിശ്വാസികളുടെ നെറ്റിയിലിട്ടിരിക്കുന്ന മുദ്ര ആർക്കെങ്കിലും കാണാവുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ പറയുന്നു? അല്ല, കാണത്തില്ല. പക്ഷെ അവരെ ആർക്കും ഈ അന്തിക്രിസ്തുവിനും കള്ളപ്രവാചകനും ആർക്കും കൊല്ലാൻ കഴിയുകയില്ല. ആ 147,000 പേരെയും ഈ അന്നത്തെ വിശ്വസിക്കാളുകളെയും എല്ലാരെയും അല്ല. ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, ഒത്തിരി പേര് വിശ്വാസികൾ കൊല്ലപ്പെടും. എന്നാൽ ഒരു റെമനന്റ്, ഒരു ശിഷ്ട 1000 ആണ്ടുമായിട്ട് പ്രവേശിക്കാനായിട്ട് ദൈവം ഒരു കൂട്ടരെ അവിടെ പ്രിസർവ് ചെയ്യും. അവരെ ആർക്കും കൊല്ലുവാൻ സാധ്യതയില്ല. വിശ്വാസികൾ മരിക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ പഠിച്ചതാണ്. ഇവിടെ നിൽക്കുന്ന മഹാകഷ്ടത്തിൽ നിന്ന് വന്നവര് അന്നേരം അവർ ചോദിക്കുന്ന ആത്മാവ് ചോദിക്കും, എത്ര നാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഈ കഷ്ടം അനുഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികൾ കൊല്ലപ്പെടുന്ന കൊല്ലപ്പെടാതെ ദൈവം ഒരു ശേഷിപ്പിനെ റെമനന്റ് എന്ന് പറയും അവിടെ സൂക്ഷിക്കും. അത് മുദ്രയുള്ളവരാണ്. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതാണ് എന്നാൽ നമുക്കുള്ള മുദ്ര എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. ഈ വരുന്ന ആഴ്ച ദൈവം അനുവദിച്ചാൽ അപ്പല്ലോൻ അബദ്ധോനെ കുറിച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പഠിക്കാം. ഇനിയും ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഫോളൻ ഏഞ്ചൽസ്, അത് ഞാൻ എടുത്ത് വായിച്ചത് ആദാമ യുഗത്തിന് മുമ്പ് ഉണ്ടായിരുന്നവരാണെന്ന്. അത് ഇപ്പോഴും ഭൂമിയിൽ അവര് അത് ഞാൻ അതുകൊണ്ടാണ് ഫോളൻ ഏഞ്ചൽസ് കേരളത്തിലുള്ളവരെല്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ ഷേത്തിന്റെ വംശാവലിയും കായന്റെ വംശാവലിയും ചേർന്നവരാണ് മറ്റേത് പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ ഈ റെവലേഷൻ ഒക്കെ എഴുതിയപ്പോ ഉണ്ടല്ലോ, 100 കണക്കിന് 1000 ഡോളറിന്റെ ബുക്കുകൾ വാങ്ങി. അന്ന് ഗൂഗിളൊന്നുമില്ല. പിന്നെ അവിടെ ലൈബ്രറിയിലും പോയി റിസർച്ച് ചെയ്തിട്ടാണ് എഴുതിയത്. ഇപ്പൊ ഗൂഗിളെ വരുമ്പോ എന്റെ പ്രോബ്ലം യൂട്യൂബിൽ പോയി നമുക്ക് ബേസിക് ഇത് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരുമ്പോ ഉണ്ടല്ലോ, ഡബിൾ എഡ്ജ് സ്വോർഡാണ്. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള എന്റെ കുടുംബത്തിലുള്ള ഒരാൾപ്പെടെ വേറെ 2 പേരും യൂട്യൂബിൽ പോയി അവര് നമ്മുടെ വിശ്വാസത്തിൽ തന്നെ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്നാ, ഇങ്ങനെയുള്ള ഒത്തിരി തിയറികൾ വരും. നമ്മൾ അന്നേരം അതിൽ ഇത് എല്ലാം കൺഫ്യൂസ്ഡായിട്ട് ഇത് പ്രശ്നം വരും. അത് 100,000 ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. പിന്നെ ആദാമിന്റെ ക്രിയേഷന് മുമ്പ് ഉള്ള ലൂസിഫറാണ്. ലൂസിഫറിന്റെ കൂടെ ഉള്ള അവരിപ്പോഴും ഉണ്ട്. അവര് വീണവരെ അവരെ കാത്താറസിലാക്കിയിട്ടില്ല. അവര് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. സാത്താൻ വീണിട്ടാണല്ലോ അവിടെ, ലൂസിഫർ വീണിട്ടാണല്ലോ ചെരുവായിരുന്നല്ലോ ഭൂമി അവന്റെ കൂടെ വന്ന് 1/3 ആൾക്കാർ വന്ന്. പിന്നെ നോഹയുടെ കാലത്താണ് അവര് ഇത് വന്നിരിക്കുന്നത്. മറ്റേത് ഇതുപോലെ തിയറികൾ യൂട്യൂബിൽ പോയാലും ഗൂഗിളിൽ പോയാലും ഒന്നിട്ട് കാണും. അതൊന്നും ഇത് ലോജിക്കലി ഉള്ള ഇതല്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തതിനെ ഗൂഗിള് സെർച്ച് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സെർച്ച് ചെയ്ത ഒത്തിരി പേര് വിശ്വാസത്തിൽ നിന്ന് പോയിട്ടുണ്ട്. വേറെ പല ഉപദേശങ്ങൾ സ്വീകരിച്ചവരെ എനിക്ക് നേരിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിലെ ഒരർത്ഥവുമില്ല. പിന്നെ ആദാമിന്റെ ക്രിയേഷന് മുമ്പുള്ള വീണ ലൂസിഫറും അവന്റെ കൂടെയുള്ളവരുമാണ് അവരിപ്പോഴും ഉണ്ട്. എന്നാൽ നോഹയുടെ കാലത്ത് വേറൊരു സംഭവം നടന്നു. അത് കേരളത്തിലുള്ളവർ പഠിപ്പിക്കുന്ന, ഇവിടെയുള്ളവരും പഠിപ്പിക്കുന്നുണ്ട്. ഷേത്തിന്റെ വംശജരും പിന്നെ കൈയിന്റെ വംശത്തിലുള്ളവരുമാണ് ഫോളൻ. എന്നാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫോളൻ ഏഞ്ചൽസ് എന്നുള്ള ആ ബുക്ക് ഞാൻ എഴുതിയത് തന്നെ. അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. ചോദിച്ചതിന് വളരെ നന്ദി. അത് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളത് അങ്ങനെ കേട്ട കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്തതിന് ചോദിച്ചതിന് വളരെ നന്ദി. അത് പോയിന്റ് കൊണ്ടുവന്നതിന്. അതുപോലെ ചിലരൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആദാമിന്റെ യുഗത്തിന് മുമ്പ് എന്തൊക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ള അത് ഇങ്ങനൊരു പഠിപ്പിരി കേട്ടിട്ടുണ്ട്. അത് ക്ലിയർ അതെ. നമ്മൾ ആദ്യ കാലത്ത് എന്താണെന്നറിയാമോ,
അത് ഈ നമ്മൾ ദൈവത്തെ സഹായിക്കുക, അതിന് ഗ്യാപ്പ് തിയറി എന്ന് പറയും. ഈ ചാൾസ് ഡാർവിൻ ഉണ്ടല്ലോ, ഇത് ഈ എവല്യൂഷൻ കൊണ്ടുവന്നപ്പോ ഉണ്ടല്ലോ, അന്നേരം പറഞ്ഞു ഒത്തിരി ഇത് കണ്ടു, ഈ പിന്നെ മിനറൽസ് എല്ലാം മില്യൺ കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങളൊക്കെ അടിയിൽ നിന്ന് കണ്ടപ്പം ക്രിസ്ത്യാനികൾ വിചാരിച്ചു ബൈബിൾ എങ്ങനെ. അതായത് ഈ ഉൽപ്പത്തി 1-2 ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ഭൂമിയെ പിന്നെ സാത്താൻ ലൂസിഫറിനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അവന് ഡിസോബ് ചെയ്തുകൊണ്ട് ആ ഭൂമിയെ നശിപ്പിച്ചു, അന്നത്തെ ഭൂമിയെ നശിപ്പിച്ചു, വെള്ളം കൊണ്ട് നിറച്ചു, ഭൂമി വാഴി ശൂന്യമായി പോയി. അതിൽ നിന്ന് വീണ്ടെടുത്തതാണ് പിന്നെ രണ്ടാമത് പിന്നെ ആദാമിനെ സൃഷ്ടിക്കാൻ ഗ്യാപ്പ് തിയറി എന്ന് പറയും. ഇപ്പോഴും ഗ്യാപ്പ് തിയറി വിശ്വസിക്കുന്നവരുണ്ട്, ഇപ്പോഴുണ്ട്, ബ്രദറിലും ബന്ധുക്കോസിലും ഒക്കെ ഉണ്ട്. മെജോറിറ്റി അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. എന്നാൽ ഞാൻ അവർ വിജയിക്കുന്ന കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയും പ്രപഞ്ചവും ഉണ്ടാക്കിയെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊന്നും ഫണ്ടമെന്റൽ ഡോക്ടറല്ല. 6000 years ആണ് ക്ലിയർലി ബൈബിളിലെ ലോക ചരിത്രമുള്ള 6000 കൊല്ലത്തെ ചരിത്രമാണ്. ന്യൂ എർത്ത് ക്രിയേഷനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ആ പറഞ്ഞ ലാലിയ പറഞ്ഞെങ്കിൽ അത് വളരെ പിന്നെ ഇതാണ്. മെജോറിറ്റി ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിനുണ്ട്. അത് മണ്ടത്തരമെന്ന് പറയാൻ പറ്റില്ല, നമ്മളതിനെ പുച്ഛിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു തിയറി ഉണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കുന്ന നല്ലതാ എല്ലാ കാര്യത്തിലും. പക്ഷെ ഇതൊന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തിനെ ബാധിക്കുന്നതല്ല. എനിക്ക് ഞാനത് വിശ്വസിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ കേട്ടു തന്നെയല്ല, ഞാനും അങ്ങനെ പഠിച്ചത്. അവിടെ നമ്മുടെ ഈ ഡാർബി ഗില്ലി ഒക്കെ സ്വാതന്ത്ര്യത്തിലാണ് പഠിപ്പിച്ചത്. സ്കോഫീൽഡ് ബൈബിളിൽ അത് തന്നെ എഴുതിയിരിക്കുന്നത് ഗ്യാപ്പ് തിയറിയാണ്. നമ്മൾ പഠിപ്പിച്ചത് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന മെജോറിറ്റി ആൾക്കാർ വിശ്വസിക്കുന്ന ഇതാണ്. അതുകൊണ്ട് വേദോസ്തവന് തെറ്റി വരുന്നില്ല, കുഴപ്പമില്ല. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുകയില്ല. അത് എനിവേ അത് ഇന്റലക്ച്വൽ അത് റിസർച്ച് ചെയ്യുന്നത് നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, thank you for all the explanation. Welcome. God bless you all. Okay. Bye bye. Bye.